ഹലോ ഗായ്സ്, വെൽക്കം ടു മോട്ടോജിത്ത്. ഇന്ന് നമ്മളെ ജസ്റ്റ് ഒരു ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് നൈറ്റ് റൈഡിന് പോകാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മളിപ്പം മങ്ങാടിലാണുള്ളത്. മങ്ങാടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കടവൂര് വഴി ചിന്നക്കട വഴി നമുക്കൊന്ന് കറങ്ങി വരാം. ജസ്റ്റ് ഒരു നൈറ്റ് വ്ളോഗ്, എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. കുറേ നാളായി നൈറ്റ് റൈഡൊക്കെ പോയിട്ട്. എന്തത് പൊടിയോ? നല്ല തണുപ്പുണ്ട് കേട്ടോ, ബൈക്ക് ഓടിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തെടുത്ത് നോക്കാം കേട്ടോ, ഇത് എങ്ങനെയുണ്ടെന്ന്. എത്ര സ്പീഡ് കയറിയെന്ന് അറിയാൻ വയ്യ, ഞാൻ നോക്കിയില്ല. എപ്പോൾ ഡ്രൈവ് ചെയ്താലും നമ്മൾ റോഡിൽ നോക്കി ഓടിക്കണമല്ലോ. അയ്യോ, അപ്പോൾ അതുകൊണ്ട് സ്പീഡ് എത്ര കയറിയെന്ന് അറിയാൻ വയ്യ. പക്ഷേ റെഡ് ലൈറ്റ് എത്തിയെന്ന് എനിക്കറിയാം. ഞാൻ റെഡ് ലൈറ്റ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന 7000 RPM. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റെഡ് ലൈൻ എത്ര കയറിയെന്ന് എനിക്ക് അറിയാൻ പറ്റും. അത് അതിൽ കൂടുതൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. എഞ്ചിൻ ഡ്രൈവിംഗ് എഞ്ചിനാണ് സംബന്ധിച്ച്, ബട്ട് സ്റ്റിൽ നമ്മൾ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണല്ലോ. എനിക്ക് അവിടെ വരെ തന്നെ നല്ല പവറാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് റോഡ് എങ്ങോട്ടാണ് പോകുന്നത്, നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ RPM ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് 7000 വെച്ച് ഷിഫ്റ്റ് ചെയ്ത് പോകും. 7000 മുകളിൽ പോകുന്ന വളരെ റയറാണ് ബൈക്ക്. കൂടിപ്പോയാൽ മാക്സിമം 8000, അതിൽ കൂടുതൽ ഞാൻ അങ്ങനെ പോകാറില്ല. പിന്നെ നല്ല രസമാണ് ഇതിങ്ങനെ ഓടിക്കാൻ. ഇതിപ്പം പകൽ ഓടിക്കാന്ന് വെച്ച് ഞാൻ രാവിലെ ഇറങ്ങിയായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അങ്ങ് ഇതായി തുടങ്ങി. ഭയങ്കര ചൂടും ഭയങ്കര ട്രാഫിക്കും ഭയങ്കര പൊടിയും, അങ്ങ് വെറുത്തു പോയി വണ്ടി ഓടിച്ച്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് നൈറ്റ് വ്ളോഗ് ഇടാന്ന് വെച്ചാൽ ആ വീഡിയോയുടെ ക്ലിപ്പ് ആയിരിക്കും മിക്കവാറും ഈ വീഡിയോയുടെ തുടക്കമായിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഇതെന്താണ്, പാലത്തിൻ്റെ സൈഡ് മൊത്തം പൊളിച്ച് കണ്ടോ. കാണാൻ വരുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ, ബട്ട് നോക്കാം എന്തായാലും. ഇതിന് നല്ല വെട്ടമാണ് കേട്ടോ. ഡിമ്മിലാണ് പോകുന്നത്, ബ്രൈറ്റ് ഇതാണ്. പക്ഷെ ബ്രൈറ്റ് ഇട്ടിട്ട് എനിക്കൊന്നും കാണാൻ വയ്യ. റിഫ്ലക്റ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഭയങ്കര ഇതാണ്, എതിരെ വരുന്നവരെ കണ്ണടിച്ചു പോകുന്ന രീതിയിൽ വെട്ടമാണ്. ഞാൻ സ്റ്റോക്കാണ്, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പ്യൂർ സ്റ്റോക്കാണ് ഹെഡ്ലൈറ്റ്. കണ്ടോ, ബ്രൈറ്റ് ഓഫ് ചെയ്യാതെ വന്നപ്പോൾ ഞാനും അങ്ങ് ബ്രൈറ്റ് ഇട്ട് കൊടുത്തു. നമുക്കും ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബ്രൈറ്റ് ഇങ്ങോട്ട് കൊടുത്ത് പുള്ളിക്കാരപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്ത് മര്യാദയായ മനുഷ്യൻ. നമ്മളും ഫോഴ്സ് ചെയ്ത് കൊടുപ്പിക്കേണ്ടി വരും തോന്നുന്നു. കുറേ നാളായിരുന്നു നൈറ്റ് റൈഡ് പോയിട്ട് അതൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഉണ്ടോ, ബ്രൈറ്റ് ഇടുമ്പോൾ ഇങ്ങനെയാവും, റോഡിൻ്റെ വിസിബിലിറ്റി നല്ല കൂടും. എന്താണ് വഴിയോര കടയോ. ഇതിപ്പം എനിക്കൊരു സർട്ടൻ സ്പീഡിന് മേളിൽ പോകാൻ പറ്റില്ല. അതിന് മേളിൽ പോയാൽ ഭയങ്കര വെറ്റ് നോയ്സ് ആയിരിക്കും. എനിക്കറിയില്ല ഞാൻ പറയുന്നത് ഇപ്പം തന്നെ ക്ലിയർ ആണോ അല്ലയോ എന്ന്. ഞാനിപ്പം മൈക്കിൻ്റെ പൊസിഷൻ നല്ലൊരു പൊസിഷൻ ആണോ എന്നറിയില്ല. ഞാൻ ഇവിടെ വെക്കുന്ന ആദ്യമായിട്ടാണ്. സോ ഇത്തിരി ടാസ്ക്കാണ് ഈ റൈഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല, ബട്ട് ഈ റെക്കോർഡ് ചെയ്യാൻ ഇത്തിരി ടാസ്ക്കാണ്. ഓരോ മൈക്ക് റെക്കമെൻഡ് ചെയ്തപ്പോൾ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കിയത്. അതുകൊണ്ട് ഇപ്പം തൽക്കാലം കാറുകാരൻ വിഷയമല്ലോ. അയ്യോ, ലൈറ്റ് ഓഫ് ചെയ്തില്ല. ചെറിയൊരു തൊണ്ടടപ്പുണ്ട്, എന്താണെന്നറിയില്ല. പനി വിട്ടു മാറി, പക്ഷെ ആ തൊണ്ടയടപ്പ് ഇതുവരെ എന്നെ വിട്ടു പോയില്ല. കണ്ട, ആരും ഈ ബ്രൈറ്റ് ഓഫ് ചെയ്യില്ല. എനിക്കൊന്നും മിക്കവർക്ക് ഈ ബ്രൈറ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയത്തില്ല. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ റോഡ് നല്ലോണം കാണാം. പിന്നെ എന്തിനാ നമുക്ക് ഓഫ് ചെയ്യുന്നത്? നമുക്ക് റോഡ് കണ്ടാൽ പോരെ. മറ്റുള്ളവരെ കണ്ണിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല.
അതുകൊണ്ട് എല്ലാവരും എന്താ ബ്രൈറ്റ് ഇട്ടാണ് ഓടിക്കുന്നത്. ആർക്കും അറിയില്ല ബ്രൈറ്റ് എങ്ങനെ ഇടണോ എങ്ങനെ ഉപയോഗിക്കണം. ഇപ്പോൾ ചിലവർക്കറിയാം കണ്ടോ, പുള്ളിക്കാരൻ കണ്ടോ ബ്രൈറ്റ് ഇടാതെ ഡിം അടിച്ച് തന്നെ അവിടെ നിന്നേ വന്നു. പുള്ളിക്കാരൻ മിക്കവാറും എന്നെ ചീത്ത വിളിച്ച ടൈമായിരുന്നു. ഇവൻ എന്താ ബ്രൈറ്റ് ഓഫ് ചെയ്യാത്തത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഡിമ്മിലാണ് കിടക്കുന്നത്. ബ്രൈറ്റിൽ ഇപ്പോൾ ബ്രൈറ്റില്ല. ബൈക്കാരനും അറിയില്ല. പിന്നെ ചിലവർക്ക് ഓഫ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ക്യാമറ ഇവിടെ ഉണ്ടല്ലോ. അയ്യോ, ബിൻ നോയ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം അയ്യപ്പ് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതെന്താ ഓട്ടോയ്ക്ക് തൃക്കുണ്ടോ? കണ്ടോ നടുക്കൊരു വെള്ള ലൈറ്റും കൂടെ. ഇതിന് ഓരോ തവണ കൈ കൊടുക്കുമ്പോഴേ, കൈ കൊടുക്കുന്ന വെച്ചാൽ അങ്ങനെയല്ല, ആക്സിഡൻറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ എന്താ പറയുന്നത് ലിഫ്റ്റപ്പായി വരും. മിക്ക വണ്ടികൾ കൊണ്ട്. പക്ഷേ ഇതിന് ലിഫ്റ്റപ്പ് ആകുമ്പോൾ ഇതിൻ്റെ വെട്ടം ബ്രൈറ്റ് ഇട്ടണക്കാം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മിക്ക ബൈക്കുകൾക്ക് അങ്ങനെ ഇല്ലല്ലോ. ഇതിന് നമ്മളെ ബാക്കിയ ബുള്ളറ്റാന് ഹെഡ്ലൈറ്റ് ഇല്ല, ശ്രദ്ധിച്ചോ? ഞാൻ അതിനെ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഓടിക്കുന്ന ശ്രദ്ധയും പോയി. എക്സോ പിന്നെ ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2024 KTM അഡ്വഞ്ചർ എക്സ് ആണ്. പറയാനാണെങ്കിൽ എല്ലാവരും ഇതിൻ്റെ റിവ്യൂ ഇതൊക്കെ കണ്ടു കാണും. എനിക്ക് പറയാനുള്ളത് വണ്ടി സ്മൂത്തർ റൈഡാണ്. വില്ലേജ് കാണാമല്ലോ. ഇതിലിപ്പോൾ 29 ഇന്ന് മുഴുവൻ സിറ്റി കിടന്ന് ഓട്ടിക്കലായിരുന്നു. സിറ്റിയിൽ മൈലേജ് തീരെയില്ല. ബട്ട് എന്നാലും എനിക്ക് ഒരുവിധം ട്രാഫിക്കാണെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ എനിക്കൊരു 30-31 തരാറുള്ളൂ. പക്ഷെ ഇന്ന് ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഞാൻ കിടന്ന് മെഴുകിപ്പോയി. ബട്ട് സ്റ്റിൽ ഇറ്റ് ഗീവ്സ് മീ 29. അത് നല്ലൊരു ലാഭമായിട്ട് ഞാൻ കാണുന്നത്. ഇത്രയും പവറും ഇതൊക്കെ വെച്ചിട്ട് നല്ല കാര്യമാണ്. പിന്നെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞേ ഉള്ളൂ, കുഴപ്പമില്ല. ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, പക്ഷേ ഹെഡ് ലൈറ്റ് ഇല്ല. ബ്രേക്ക് ലൈറ്റ് അല്ല, പാർക്ക് ലൈറ്റ്. അതാണെന്ന് പുള്ളിക്കാരൻ ഇൻഡിക്കേറ്റർ ഇട്ട് ഓടിക്കുന്നത്. എനിക്ക് തോന്നുന്നു നല്ല വിൻ നോയ്സ് ഇപ്പോഴും ഉണ്ടെന്നാണ് കേട്ടോ. ക്രോസ് വിൻസ് അല്ല, ഹെൽമെറ്റിന് ആ വിൻ നോയ്സ് കുറയ്ക്കാൻ അറിയില്ല. മൈക്ക് മാക്സിമം ക്യാപ്ചർ ചെയ്യുന്ന വിൻ നോയ്സാണ്. ആരാ ബാക്കിൽ കിടന്നത്? പുള്ളിക്കാരൻ ബ്രേക്ക് പിടിച്ചാണ് ഓടിക്കുന്നത്. അത് പാർക്ക് ലൈറ്റ് ഇല്ല, അത് ബ്രേക്ക് ലൈറ്റ് ആണ് കേട്ടോ. നമുക്ക് എങ്ങോട്ട് പോകണം? കൊല്ലത്തോട്ട് പോകണോ? ലെഫ്റ്റ് എടുക്കാം അല്ലേ? എന്തൊരു സ്മെല്ലിത്. ഫിഷറീസിലെ ട്രക്കാണെന്ന് തോന്നുന്നു പോകുന്നു. അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. എനിക്കൊന്ന് 50 പോകുമ്പോൾ വലിയ വിന്നോയ്സും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ മിക്കവാറും റൈഡ് ഇനി തൊട്ട് 50 to
60ക്ക് അകത്തായിരിക്കും. വലിയ സ്പീഡാണ്. വലിയ സ്പീഡാകുമ്പോൾ മിക്കവാറും നല്ല വിൻ നോയ്സ് വരാൻ ചാൻസ് ഉണ്ട്. മുട്ടക്കാരൻ ഡീസൻ്റ് ആയിട്ടാണല്ലോ പിടിക്കുന്നത്. KSRTC ഇത് എവിടെ നിന്ന് വരുന്നു? ബസ് ഡിപ്പോ. ഓ, നമുക്ക് ഈ ഫിഷറീസിലെ ട്രക്കിനെ അങ്ങ് ഓവർടേക്കാം. നല്ല ഫിഷിൻ്റെ സ്മെല്ലുണ്ട്. ക്യാപ്പ് കിട്ടിയില്ല, അതൊക്കെ ക്യാപ്പ് ക്ലോസ് ചെയ്തു. ഇതവിടെ നിന്ന് വരുന്ന വണ്ടി. ഇൻഡിക്കേറ്ററെങ്കിലും ഒന്ന് ഇട്ടുകൂടെ അയാൾക്ക്? ഇൻഡിക്കേറ്റർ നമ്മൾ എങ്ങനെ എതിരെ വരുന്നത്? ഈ ഹെഡ്ലൈറ്റ് ഇട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈവേയിൽ 39 വരുന്നതായിട്ട് ഇത് കാണിക്കുന്നത്. എനിക്ക് പക്ഷേ ഒരു 36-37 കിട്ടിയതായിട്ട് തോന്നുന്നു. ഞാൻ പറയാൻ കാരണം വെച്ചാൽ അന്ന് 500 കിലോമീറ്റർ ഓടിയാൽ 1600 അടുപ്പിച്ച് എനിക്ക് ആയുള്ളൂ പെട്രോൾ കോസ്റ്റ്. അപ്പോൾ ഞാൻ അത് കണക്കൂട്ടി നോക്കിയപ്പോൾ, അതായത് ആദ്യം 1100 രൂപയ്ക്ക് അടിച്ചു, പിന്നെ രണ്ടാമത് 500 രൂപയ്ക്ക് അടിച്ചു. അങ്ങനെയായിരുന്നു പെട്രോൾ കോസ്റ്റ് ആയത്. ഇതിന് റിസർവ് എനിക്ക് തോന്നുന്നു 4 ലിറ്റർ ആണോ എന്നൊരു സംശയം. കമ്പനിക്കാർ എന്നോട് പറഞ്ഞത് 2 ലിറ്റർ എന്നാണ്. ബട്ട് ഞാൻ നോക്കുമ്പോൾ ഈ മിന്നാറാകുമ്പോഴാണ് എപ്പോഴും പമ്പിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ കയറ്റുമ്പോഴൊക്കെ കറക്റ്റ് എക്സാക്റ്റ് 10 ലിറ്റർ വരുന്നുള്ളൂ. 10 അല്ലെങ്കിൽ 11 ലിറ്റർ, അതിൽ പോകത്തില്ല. അറൗണ്ട് 3.5 to 4 ലിറ്ററാണ് ഇതിൻ്റെ റിസർവ് ടാങ്ക് കപ്പാസിറ്റി എന്ന് എൻ്റെ മനസ്സ് പറയണം. കമ്പനിക്കാർ പറഞ്ഞത് 2.5 ലിറ്റർ റിസർവും 14.5 ലിറ്റർ ഫുൾ ടാങ്കുമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കുറവോ കൂടുതലായിരിക്കും, എനിക്കറിയില്ല ഏതാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ടാങ്കിളൊക്കെ ഞാൻ തന്നെ ഇത് ചെയ്യേണ്ടി വരും. ടാങ്കിളൊക്കെയല്ല, ടാങ്ക് ഫുൾ എംറ്റി ചെയ്തിട്ട് അത് ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്. ഫ്യൂൽ ഇഞ്ചക്ഷനും ഇതൊക്കെ കംപ്ലൈൻറ്റ് വരും എന്നുള്ള പ്രശ്നം കാരണം നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഈ വളവുകളിലൊന്നും ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്താലും എന്നുവെച്ചാൽ വളവ് വരുന്ന ചിലവരിപ്പം ശ്രദ്ധിക്കത്തില്ല, വളഞ്ഞങ്ങ് പോത്തുള്ളൂ. അപ്പോൾ ഈ ബ്ലൈൻഡ് സ്പോട്ടും കൂടെ ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ പണി കിട്ടും. രാത്രിയായിട്ടും നല്ല വിയർക്കുന്നുണ്ട്. ദേഹമല്ല, മുഖം നല്ല വിയർക്കുന്നു. ഈ ഒരു ശരിയായില്ല. ഇപ്പം കണ്ടോ വണ്ടി മര്യാദയ്ക്ക് ഓടിച്ച് പോയി 29-30. അതാ നല്ല, എനിക്ക് നല്ല എഫിഷ്യൻസി ആവശ്യത്തിന് അധികം തരുന്നുണ്ട്. നമുക്ക് ബീച്ചിലോട്ടൊന്ന് പോവാം. ജസ്റ്റ് ഒരു എന്താ പറയണ്ട, ചുമ്മാ ഒന്ന് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി. കൊല്ലത്തിപ്പോൾ ഇതാണ് നൈറ്റ് ലൈഫ് കേട്ടോ. പാലത്തിൻ്റെ അടി നല്ല രീതിയിൽ അവർ പാർക്കുണ്ടാക്കി. നല്ല തിരക്കുണ്ടല്ലോ അവിടെ. എനിക്കൊന്നുമില്ല, ചെസ്സിൻ്റെ സംഭവത്താണെന്ന് തിരക്ക്. ഇത് നല്ല രസമാണ് കേട്ടോ. നല്ലൊരു പദ്ധതിയാണ് അവർ ചെയ്തേക്കുന്നത്. ഐ എം ഹാപ്പി ഫോർ ഇറ്റ്. ഓ, ഇവിടെ നിന്ന് വണ്ടി എടുക്കുന്നതാണ് മെനക്കെട്ട പരിപാടി. ഓ, നമ്മൾ ട്രാപ്പായെന്ന് തോന്നുന്നു. ഇല്ല, ട്രാപ്പായില്ല. ഓട്ടിക്കാൻ നല്ല സ്മൂത്താണ്. വൈബ്രേഷൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഹോണ്ടയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വൈബ്രേഷൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ മാനേജബിൾ. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പുതിയ വേരിയൻറ്റ്, പുതിയ 25 അഡ്വഞ്ചർ 390 ഓടിച്ചതിന് ശേഷം എനിക്ക് ക്രൂസ് കൺട്രോൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഹൈവേയിൽ ഞാൻ കൂടുതൽ ഓട്ടിക്കാറുള്ളത്, സിറ്റിയിലേയും കാട്ടി കൂടുതൽ ഹൈവേയിലാണ്. അപ്പോൾ ഈ ഹൈവേ പോകുന്നത് ഇതിൽ ഈ ആക്സിലേറ്റർ കോൺസ്റ്റൻ്റ് പിടിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഇത്തിരി എനിക്കൊരു മടി പിടിച്ച രീതിയായിട്ട് എൻ്റെ ഒരു ഇതിൽ പറയാം. അപ്പോൾ ഈ ക്രൂസ് കൺട്രോൾ ഉണ്ടെങ്കിൽ ആ ഒരു 80 ഞാൻ അതിൽ കൂടുതൽ ഞാൻ പോകത്തില്ല. അപ്പോൾ 80 പോകുമ്പോൾ എനിക്ക് 80 ക്രൂസ് കൺട്രോൾ 80 ക്രൂസ് കൺട്രോൾ എനിക്ക് സെറ്റ് ചെയ്തിട്ട് അങ്ങ് വെക്കാമല്ലോ. അപ്പോൾ പിന്നെ ആക്സിഡൻറ്റ് കൊടുക്കണ്ട. വണ്ടി ഇത് ഹാൻഡിൽ ബാർ ചുമ്മാ കൈ വെച്ചാൽ മതി, ഇങ്ങനെ വണ്ടി തനിയെ അങ്ങ് പോയിക്കോളും. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ.
ഇതിനകത്ത് ഇപ്പം 6ാമത്തെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ സേഫാണ്, സ്മൂത്താണ്. പക്ഷേ ഇങ്ങനെ ആക്സിലേറ്ററിനെ കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ ആക്സിലേറ്റർ വലിയ ടൈറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലാക്കാമല്ലോ. ഇവിടെ ടാർ ഇട്ടു കേട്ടോ, നേരത്തെ നല്ല കുണ്ടും കുഴിയായിരുന്നു. നല്ല കാര്യം. ഇങ്ങനെ കണ്ടോ, എപ്പോഴും നമ്മളിങ്ങനെ വന്ന് എന്ത് പോയിന്റിലൊന്നും പറയാമല്ലോ. ആവശ്യമുള്ള സമയത്ത് ഒരു വാക്ക് ഓർമ്മ വരില്ല. ഫോണടിച്ചിങ്ങനെ പാസ് അടിച്ചേക്കാറാവും. അല്ലെങ്കിൽ എതിരെ വരുന്ന നമ്മളെ കൊണ്ട് ചിടിച്ചിട്ട് പറയാം നമ്മൾ സ്പീഡിൽ വന്നെന്നും അനുഭവത്തിൽ നിന്ന് പറഞ്ഞ് നമ്മളെങ്ങനെ എത്ര സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട് എന്തൊക്കെ ഓടിച്ചാലും പറയാൻ പറ്റില്ല. നല്ലതാണ് സേഫായിട്ട് എപ്പോഴും ഓടിക്കുന്നത്, ബട്ട് സ്റ്റിൽ പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു തലകറച്ചവൻ എതിരെ വന്നാൽ മതിയല്ലോ. നമുക്ക് കുറച്ച് നേരം ബീച്ചിൽ നിന്നിട്ട് തിരിച്ചു പോകാം. ഈ ഒരു ഹോംലെസ് കൈ പുള്ളിക്കാരനെ ഞാൻ ഉറക്കമാണ് ഏൽപ്പിച്ചെന്നും തോന്നുന്നു. ഓക്കെ, നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ബാക്കി സ്റ്റാർട്ട് ചെയ്യും.